നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ധാരാളം പേർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ കൃഷിക്കൊരു കുഴപ്പമുള്ളത് ആദ്യ മുതൽ മുടക്ക് വളരെയധികം കൂടുതലാണ്. ഏകദേശം 4 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഒരു ഏക്കറിന് മുടക്ക് വരും. അപ്പോൾ ആ ആദ്യ വർഷത്തെ ആ മുടക്ക് മുതൽ കുറയ്ക്കണമെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ ചെറിയ തോതിലെങ്കിലും ഇടവിള കൃഷി ആരംഭിക്കണം. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു ഇടവിള കൃഷിയായിട്ട് എനിക്ക് തോന്നിയത് ഏത്തവാഴ കൃഷിയാണ്. ഇത് കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചു. ഒപ്പം തന്നെ ഏത്തവാഴയും കൂടി കൃഷി ചെയ്തു. ഏത്തവാഴയ്ക്ക് ഒരു റൗണ്ട് കൊല വെട്ടി മാറി. അതിന് ഏറ്റവും നല്ല വില കിട്ടിയ നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു. ആ സമയത്ത് തന്നെ കൊല വെട്ടാൻ സാധിച്ചു. ഏകദേശം 2.5-3 ലക്ഷം രൂപയോളം ഒരു ഏക്കർ സ്ഥലത്തെ ഏത്തവാഴ കൃഷി കൊണ്ട് ലാഭം തന്നെ കിട്ടാനിട വന്നു. അപ്പോൾ ആ ഒരു റൗണ്ട് കൊല വെട്ടിയതിന് ശേഷം ഓരോ കുഞ്ഞു വെച്ച് നിലനിർത്തിക്കൊണ്ട് അടുത്ത കൃഷിയിലേക്ക് പോയിരിക്കുക. ഒപ്പം തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും നന്നായിട്ട് വളർത്തിയെടുത്തിരിക്കുന്നു. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇപ്പോൾ ഇത് പൂക്കുന്ന കാലമാണ്. അപ്പോൾ ഇപ്പോൾ പൂ ആരംഭിച്ചിട്ടുണ്ട്. ഈ പൂ ആരംഭിച്ചു. ഇനി ഒരു പൂ വിരിഞ്ഞ എല്ലാ ചെടികളും എല്ലാ പൂക്കളും കൃത്യം 28 അല്ലെങ്കിൽ 30 ദിവസം നമുക്ക് കാപറിക്കാൻ പാകത്തിനാവും. വിപണിയിലെ ഇപ്പോഴത്തെ ഫാം ഗേറ്റ് പ്രൈസ് കൃഷിക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആണ്. 150 രൂപ തോതിൽ ഫാം ഗേറ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ആ കൃഷിയുടെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഇതിൽ ഈ 1 ഏക്കർ സ്ഥലവും റബ്ബറായിരുന്നു. റബ്ബറിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ഏക്കർ കൃഷി കൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്കൊരു അറ്റാദായം എന്ന് പറയുന്നത് ഒരു 40,000-50,000 പരമാവധി ആ തോതിലേക്കായി. അതുകൊണ്ടാണ് റബ്ബർ കുറച്ചുകൊണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് 500 പില്ലറുകളാണ്. അതായത് 4 എണ്ണം വെച്ച് ഒരു പില്ലറിൽ. അപ്പോൾ ഒരു 2000-നടുത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒറ്റ വർഷം കൊണ്ട് തന്നെ പൂക്കളിലേക്ക് വന്നു. ഇനിയുള്ള ഒരു വിപുലീകരണം കൂടെ ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഞാനൊരു 4 വർഷമായിട്ട് ഇപ്പോൾ ഈ കൃഷിയിലുണ്ട്. ഇത് വലിയ പ്രശ്നങ്ങളില്ല. ചെറിയ തോതിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഉഴപ്പി കൃഷി ചെയ്യാവുന്നതല്ല. വളരെ ഗൗരവമായിട്ട് എടുത്ത് തന്നെ കൃഷി ചെയ്യണം. ചെറിയ തോതിൽ ഇതിന് ഫംഗസ് പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് ഫൈറ്റോഫ്തോറയുടെ. അത് കൃത്യമായ പരിചരണത്തോടുകൂടി നമുക്കതിനെ മറികടക്കാൻ കഴിയും. അതിന് പറ്റിയ മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അത് മാത്രമേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾക്ക് പ്രതികൂലമായിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള മരുന്നെന്ന് പറഞ്ഞാൽ, 1 നമ്മൾ ടെബുക്കനാസോൾ നല്ലതുപോലെ അപ്ലൈ ചെയ്യണം. 2 സാഫ് പോലുള്ളത്. പിന്നെ ഒരു COC. അതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കൃഷിയെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല ഒരു കൃഷിയായിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുടെ ഏറ്റവും വലിയ ഒരു സംശയമാണ്, ഇതിനെവിടെയാണ് ഇതിൻ്റെ വിപണി എന്ന്. ഒന്ന്, ഇതിനൊരു ലോക്കൽ വിപണിയുണ്ട്. ലോക്കൽ വിപണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ മാർക്കറ്റിൽ നമുക്ക് വിൽക്കാം. കൂടാതെ ഈ കൃഷി അറിഞ്ഞു കേട്ട്, ഇതിൻ്റെ പഴത്തെക്കുറിച്ച് അറിഞ്ഞു കേട്ട് വരുന്നവരുടെ കൊടുക്കാൻ പറ്റും. ഓൺലൈനിൽ ഇതിനൊരു മാർക്കറ്റ് ഉണ്ട്. ഇതിൽ ഉപരിയായിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ഉണ്ട്. ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ സപ്ലൈ കൊടുക്കണം നമ്മൾ. ഇപ്പം ഒരു ദിവസം ഒരു 500 അല്ലെങ്കിൽ 1 ടൺ വെച്ച് കൃത്യമായി കൊടുക്കാമെങ്കിൽ കൃത്യമായി ഇവിടെ വന്ന് ഫാമിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു സംവിധാനമായിട്ടുണ്ട്. അതിനകത്ത് അവരാകപ്പാടെ നിഷ്കർഷിക്കുന്നത് 350 ഗ്രാം മുതൽ 550 ഗ്രാം വരെ തൂക്കമുള്ള പഴങ്ങളാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ ഈ കായകളെ ആക്കിയെടുക്കണം. അതിന് വേണ്ട ചില മാനദണ്ഡങ്ങൾ പാലിച്ചാൽ, അതായത് ഒന്ന് ചെടിയുടെ ഹെൽത്ത്,
2 അതിനകത്ത് ആവശ്യത്തിനുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ, ഒപ്പം തന്നെ ചെറിയ തോതിൽ ഫോളിയർ ആപ്ലിക്കേഷനും ഇതും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായും നമുക്ക് ഈ 350-നും 550 ഗ്രാമിനും ഇടയ്ക്ക് മലേഷ്യൻ റെഡ് വെറൈറ്റി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതിൻ്റെ വിളവും ആ രീതിയിൽ എടുക്കാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ മിക്സ് ചെയ്യരുത്. അതായത് ഈ പല വെറൈറ്റി, ഇപ്പം മലേഷ്യൻ റെഡ് ചെയ്യുന്നവർ മലേഷ്യൻ റെഡ് ആണ് ഇവിടെ ശരിക്കും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളത്. അകത്ത് ആ റെഡിഷ് കളറുള്ളത്, പുറമേയും ആ റെഡിഷ് കളറുള്ള മലേഷ്യൻ റെഡാണ് നമ്മൾക്ക് കൃഷി ചെയ്യാവുള്ളൂ. പല വെറൈറ്റി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ രോഗബാധ കൂടുതലായിട്ടാണ് കാണുന്നത്. തന്നെയുമല്ല, അത് ഫാൻസി ഐറ്റംസ് ഒത്തിരി ഉണ്ട്, ഒത്തിരി ഐറ്റംസ് അങ്ങനെ വരുന്നുണ്ട്. അതങ്ങനെ ചെയ്താൽ അത് വിറ്റ് പോകാൻ എളുപ്പമല്ല. ഫാൻസി കൃഷിക്ക് പോകാതിരിക്കുക. ഏതെങ്കിലും ഒരു വെറൈറ്റി മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മലേഷ്യൻ റെഡാണ്. മലേഷ്യൻ റെഡിനാണ് ശരിക്കും വിപണി മൂല്യമുള്ളത്. താങ്ക് യു.